അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് പാചക വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു വാചക വിശേഷങ്ങളും പിന്നെ കൂടാതെ നിങ്ങൾക്ക് ടിപ്സ് വേണ്ടേന്നും എല്ലാവർക്കും സുന്ദരിയാവേണ്ടേ, എല്ലാവരും കുറച്ച് പേരൊക്കെ പറയും വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയും അല്ലേ. ഇത്രയൊക്കെ പ്രായമായില്ലേ, നമ്മൾ ഇനി എന്തിനാ ഇങ്ങനെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് കേട്ടല്ലോ. എല്ലാവരും സുന്ദരിയായിട്ടിരിക്കണം, അങ്ങനല്ലേ വേണ്ടത്. അപ്പൊ ആരും ഇത് വേറെ പണിയൊന്നുമില്ല, ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പോവല്ലേ എന്നൊന്നും ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് തോന്നും വേറെ ഒരു പണിയില്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് എല്ലാവരും നല്ല സുന്ദരികളായി തന്നെ നടക്കണം. ഈ ടിപ്സൊക്കെ ആണെങ്കിൽ കയ്യിൽ നിന്ന് പൈസയൊന്നും മുടക്കും ചെലവും ഒന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ സ്കിന്നിനൊന്നും അത് ഒട്ടും ദോഷം ചെയ്യാത്ത കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇത് കണ്ടോ, ഞാനിപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇൻട്രോ പറയാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഇവള് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് അല്ലേ. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് നല്ലതായിട്ട് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഇനി നിങ്ങൾക്കത് അറിയാമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോഴത്തേക്കും. പിന്നെ ഓരോ ക്യാമറയുടെയും അങ്ങനെ ഫോണിന്റെയും ഒക്കെ വ്യത്യാസങ്ങൾ വരാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് നല്ല വ്യത്യാസം തോന്നിക്കുന്നുള്ള ഗ്ലോ ഒക്കെ ആയിട്ട് തോന്നിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫേസ് പാക്ക് എന്താന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്, ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ ചെയ്യുമ്പോൾ സാമ്പാറോ അവിയലോ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് ഒറ്റ തേപ്പങ്ങ് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ശേഷം കളഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ സുന്ദരിയായി. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ സമയം അങ്ങോട്ട് മാറ്റി വെക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ഈ ടിപ്സ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ, കുഞ്ഞു പിള്ളേരോട് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കൂട്ടുകാരെല്ലാം കുഞ്ഞു പിള്ളേരല്ലേ, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്കിന്ന് രാവിലെ പൂരിയാണ്. പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂരിയും കിഴങ്ങ് കറിയുമാണ്. എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് പൂരി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. കറി ഞാൻ വെച്ചു. എപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുന്നത് എന്ത് കാണിക്കാനാന്നോർത്തിട്ടാണ് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഇനി ബാക്കി പൂരിയൊക്കെ കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇന്ന് സൺഡേ ഒക്കെ അല്ലേ. സൺഡേ ആയതുകൊണ്ട് ഇന്ന് മീനില്ല കേട്ടോ. കുറേ നേരമൊക്കെ ഞാൻ അവിടെ മീൻകാരനെയൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ സമയം പോയി. ഇപ്പം മണി 12:30 പെട്ടെന്ന് ഇനി സാധാരണ സൺഡേ മീൻകാർ കുറവാട്ടോ. പിന്നെ ജംഗ്ഷനിൽ പോയാലും കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ പുറകെ ഒന്നും പോകാനായിട്ട് പോയില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ തന്നെ ഉണ്ടാക്കി. ഈ സാമ്പാറിനകത്തുള്ള കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക മാത്രമില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. തക്കാളി ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പരയ്ക്ക നമ്മൾ അന്ന് കോട്ടയത്ത് പോയപ്പം പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന പപ്പരയ്ക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ, തക്കാളി, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ വെണ്ടയ്ക്കയുടെ ഒരു കുറവ് ഇതിനകത്തുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാമ്പാർ, ഒരു കുഴപ്പമില്ല. വെണ്ടയ്ക്ക ഇടുന്നേലും നല്ല സാമ്പാറായിരുന്നു, വെണ്ടയ്ക്ക ഇടാത്ത സാമ്പാർ. ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പം നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ റെഡിയായി. അതിനെ ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം ഇന്നെല്ലാം നമ്മുടെ കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പരയ്ക്ക അഭിഷേകമാണ്. അപ്പൊ അതൊരു തോരൻ വെക്കാനായിട്ട് അതിന്റെ ശകലം സാമ്പാറിലും ഇട്ടു, ബാക്കി തോരനും വെക്കാന്ന് വെച്ചിട്ട് അരിഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ്. ഇനിയിപ്പൊ ഇതിനെ ഒരു തോരൻ വെക്കണം. ഇത്രയും തോരൻ മതി കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ പോരാത്തതിന് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, കുറച്ച് ഇന്നലെ ഇന്നലെ ചുണ്ടല്ലല്ലോ പിണ്ടി തോരൻ വെച്ചായിരുന്നു. അപ്പൊ അതിനൊരു ശകലം വൻപയർ വേവിച്ചതിന്റെ കുറച്ചിരിപ്പുണ്ട്. അതും കൂടെ ഞാനിപ്പോ ഇതിനകത്തോട്ടിട്ട് നമ്മള് ഈ പപ്പരക്കയുടെ കുറവങ്ങ് പരിഹരിക്കും. നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോന്നേ. നമുക്ക് വൈകിട്ട് രാത്രി നമുക്ക് പലഹാരമല്ലേ. അപ്പൊ പിന്നെ ഉച്ചക്കത്തേക്ക് മാത്രമുള്ള തോരൻ. അപ്പൊ ഇത് തന്നെ നമുക്ക് ധാരാളം, ഇത് തന്നെ നമുക്ക് മിച്ചം വരും. ഇന്നലെ ഞാൻ എടുത്ത പിണ്ടിത്തോരൻ നിങ്ങൾ കണ്ടതാണല്ലോ, ഒരു തുള്ളിയല്ലേ ഉള്ളായിരുന്നു. അതിൻ്റെ ശകലം ഇനി മിച്ചം ഇരിപ്പുണ്ട്. കുഴപ്പമില്ല, ഞാൻ കളയത്തൊന്നുമില്ല. അതെന്തായാലും കൂട്ടി തീർക്കുക തന്നെ ചെയ്യും. ഇതിപ്പം വേഗട്ടെ. തവി എടുത്തോണ്ട് വന്നില്ലെന്ന് തോന്നുന്നു, നോക്കട്ടെ. അപ്പൊ പിന്നെ ഇന്ന് സാമ്പാറും പപ്പരയ്ക്ക തോരനും തൈര്, പിന്നെ പപ്പടം വേണമെങ്കിൽ കാച്ചാൻ കേട്ടോ. പിന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ മീൻ
ഇല്ലെന്നുള്ള കാര്യം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മുട്ട എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മുട്ട എടുത്തു. 2 മുട്ടയും പിന്നെ കഴിഞ്ഞ ദിവസം തലയിൽ തേച്ച് മുട്ടയില്ലേ അതിന്റെ വെള്ള മാത്രം ഊറ്റി എടുത്തിട്ട് നമ്മൾ ആ മഞ്ഞ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കളയാൻ പറ്റത്തില്ല. മുട്ടയ്ക്കൊക്കെ എന്തൊരു വിലയാണ്, നമുക്ക് കളയാൻ പറ്റുമോ? ആരും കളയരുത് കേട്ടോ. അപ്പം ഇതൊരു ഓംലെറ്റ് പോരെ, ഇത്രയൊക്കെ പോരെ ഇന്ന് ഉച്ചയ്ക്ക്. ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം അല്ലേ. മീൻ ഉണ്ടെങ്കിൽ ഒരു സുഖമായിട്ടോ, പിന്നെ ഇല്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. അത് വേറെ കാര്യം. നമ്മൾ വീട്ടമ്മമാര് എന്ത് സാധനങ്ങൾ ഇല്ലെങ്കിലും അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബാധ്യസ്ഥരാണ് അല്ലേ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലോട്ട് ഓടിപ്പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നല്ലേ. ഇപ്പം ആർക്കും സാധനങ്ങൾ ഇല്ലെങ്കിലും ആരും അവിടെ ഇരിക്കും, എങ്ങോട്ടും പോകത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണ്, അങ്ങനെയൊക്കെ പോയി നമ്മളിങ്ങനെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുമ്പോഴാണ് ആൾക്കാരുമായിട്ടുള്ള ഒരു അടുപ്പം നമുക്ക് കൂടുന്നത്. ഇപ്പം എല്ലാവരുടെയും കാര്യം മാത്രം ശരിയല്ലേ ഞാൻ പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് ഇപ്പം നമ്മൾ പറയും പഞ്ചാര ഇല്ലല്ലോ, അന്ന് അപ്പത്തെ ചേച്ചിയുടെ ഒരു ഗ്ലാസ് പഞ്ചാര ഇങ്ങനെ മേടിച്ചോണ്ട് പോരേ അല്ലേ. നമ്മളൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെയൊക്കെ കൊച്ചിലത്തെ സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പഞ്ചാരയ്ക്കും എല്ലാം ഇല്ലാത്ത സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പുറത്തോട്ട് വരും, നമ്മളും അതുപോലെ തന്നെ അപ്പുറത്തോട്ട് പോകും. എന്നിട്ടൊരു ഗ്ലാസും കൊണ്ടായിരിക്കും വരുന്നത് അല്ലേ. ആ ഗ്ലാസ്സിനകത്ത് അളന്നായിരിക്കും വെളിച്ചെണ്ണയും പഞ്ചസാരയാണ് മിക്കവാറും. അപ്പം അതൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുക ചെയ്ത് മനുഷ്യൻ്റെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം അതൊന്നുമില്ല, കൂട്ടുകുടുംബവും ഇല്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യം മാത്രമായിട്ടുള്ള ഒരു ഇതാണ് അല്ലേ. അച്ഛൻ അമ്മ മക്കൾ അല്ലേ എന്ന് പറയുന്ന ഒരു ബന്ധം, അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പം ആർക്കാ പരസ്പരം സ്നേഹം? ആർക്കും ആരോടും സ്നേഹവും ആത്മാർത്ഥതയും ഒന്നുമില്ലാത്തൊരു കാലമായി മാറിപ്പോയി. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പം നമ്മുടെ പപ്പരൊക്കെ നമുക്ക് ബന്ധമെന്ന് നമുക്ക് നോക്കാതെ ശരിക്കും എൻ്റെ ഇഷ്ടം ഞാൻ പറയുന്നതാണ്. പണ്ടത്തെ കാലം തന്നെയാണ് രസം. ഇപ്പം തന്നെ ആണെങ്കിൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വയ്യാഴികയോ വല്ലതും വന്നാൽ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിരിക്കാനോ ഒന്നും ആരുമില്ല. അതേസമയം എല്ലാവരും കൂടെ താമസിക്കും. കൂട്ടുകുടുംബം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരാളല്ലെങ്കിൽ അടുത്ത ആൾ പോയിരിക്കാൻ ഉണ്ടല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനത്തെയൊക്കെ ഒരു കാലം അത് തന്നെയായിരുന്നു നല്ല കാലം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനിയിപ്പോൾ അത് വേണ്ടാത്തവര് പിന്നെ ആ വെമ്പർന്നോത്തേക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് നിന്ന് കുറച്ചുകൊണ്ട് നിൽക്കുകയെന്നൊന്നും ആരും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ പേർക്കും അങ്ങനെ ഇഷ്ടമുള്ളവർ കാണും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എവിടെയോട്ടെങ്കിലും വെളിയിലോട്ട് പോകണം. അപ്പം നമ്മുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് പോകാം. ഇന്നിപ്പോൾ എങ്ങനെയാ, നേരം വെളുപ്പിനെ എഴുന്നേറ്റ് നമുക്ക് മോർണിംഗിലുള്ള ജോലിയെല്ലാം തീർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്നിപ്പോൾ ചെയ്യുന്നില്ലല്ലോ, വെളിയിൽ നിന്ന് കഴിക്കാം. ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവരും അങ്ങനെയാണ്, നമ്മൾ മാത്രമല്ല. ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ. പണ്ടത്തെ കാലം തന്നെ ആയിരുന്നു നല്ലത് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മുടെ പപ്പരക്കൊക്കെ വെന്ത അതിനകത്തോട്ട് ഞാൻ വൻപയർ ഇട്ട് കൊടുത്തു. ഇതാ കുറച്ച് അതിൻ്റെ അരപ്പുണ്ടായിരുന്നു, കുറച്ചൊന്നും അതിൻ്റെ അരപ്പും ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ പപ്പരക്ക തോരനും റെഡി. ഇപ്പം 2 കറിയായില്ലേ. ഇനി നമ്മളിപ്പം മുട്ട ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നേ. പിന്നെ പപ്പരയ്ക്ക് മാത്രം എന്തോ നോക്കിയപ്പോൾ ഞാൻ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ട് തോന്നി. ഇനിയിപ്പം പയറും ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് ചിലപ്പോൾ കുറഞ്ഞു കാണും, നോക്കട്ടെ. ഇപ്പം കറക്റ്റ്. ഇപ്പം ഞാൻ ഓർത്തു, അയ്യോ ദൈവമേ ഭഗവാൻ ഇത് കൂടിയോന്ന് ഓർത്തു. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 2 കറി റെഡിയായി. ഇനി നമുക്ക് മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കൊടുത്തേക്കാം. കാരണം മണി 12:30 കഴിഞ്ഞു, മണി 12:45 കണ്ട. നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്നാണ്. ഞാൻ വിചാരിച്ചു ഗ്യാസ് വീണ്ടും തീർന്നു. ഇന്നലെ ഞാൻ അങ്ങാണ്ട് വെച്ച സിലിണ്ടറാണ്. അപ്പോൾ പെട്ടെന്ന് തീർന്നെന്ന് ഞാൻ ഓർത്തു. അപ്പം ഇന്ന് ബുക്ക് ചെയ്യാം, നാളെ ബുക്ക് ചെയ്യാമെന്നും പറഞ്ഞിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി ഗ്യാസ് ബുക്ക് ചെയ്യുന്ന കാര്യം. പിന്നെ ഞാൻ ഇന്നലെ എന്തായാലും രാത്രിയിൽ ഞാൻ ബുക്ക് ചെയ്തു. അപ്പം ഇവിടെ ഉണ്ടല്ലോ ഞായറാഴ്ച സിലിണ്ടർ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതാ ഇപ്പം ഇന്നലെ ബുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ സിലിണ്ടർ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇപ്പം കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. നേരത്തെ ഒന്നും ഞായറാഴ്ച കൊണ്ടുവരത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞേ ഞായറാഴ്ചയുണ്ടോ?
എന്ത് പറയാനാ ചേച്ചി, ഇഷ്ടം പോലെ സിലിണ്ടർ പെൻഡിങ് കിടക്കാന്ന് കൊടുക്കാനായിട്ട്. അപ്പൊ ഞായറാഴ്ച നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് അതിന്റെ കാര്യം അത് പറഞ്ഞു. ശരിയല്ലേ അല്ലേ, ജോലിയല്ലേ വലുത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പേടിക്കണ്ട, ഞായറാഴ്ച അല്ലെങ്കിലും ഇപ്പം സിലിണ്ടറിന് പാടില്ല, പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്കൊരു മുട്ട ഓംലെറ്റും കൂടെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കാന്നേ. മഴയുണ്ടോന്നേ നിങ്ങളുടെയൊക്കെ അവിടെ? ഇത് രാവിലെ ഇന്നലത്തെ കുറെ തുണി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ വലിയ ഇതോടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തോപ മത്സരിച്ചായിരുന്നു തുണി വിരി. ഉള്ളായ മുഴുവൻ നിറഞ്ഞു തുണി വിരിച്ച് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള കാര്യം. അപ്പൊ ചെറിയ വെയിൽ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, എഴുന്നേറ്റ ഉടനെ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ വെയിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്ന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എന്തായാലും തുണി വിരിക്കാം എന്നും പറഞ്ഞിട്ട് ഞങ്ങള് തുണി വിരിക്കാനായിട്ട് ഇറങ്ങി. തുണിയെല്ലാം വിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് തുണി വിരിച്ചതാ ജസ്റ്റ് ഞാൻ അടുക്കളയിലോട്ട് വന്നു. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ സ്റ്റൗ കത്തിച്ചു, വെളിച്ചെണ്ണ അങ്ങോട്ട് അടുപ്പയിലോട്ട് വെച്ച് കഴിഞ്ഞോണ്ട് ദാ വെയ്യുന്നു. എന്ത് പറയാനാ, തുണിയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് തോർന്ന തുണിയായിരുന്നു. പിന്നെ ഓട്ടിപ്പോയി എല്ലാം കൂടെ എടുത്ത് കൊണ്ട് കസേര കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും എടുത്ത് വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് വീട്ടമ്മമാർക്ക് തുണി വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ലല്ലേ. നമുക്ക് തുണി വെയിൽ കൊണ്ട് ഉണങ്ങിയാൽ മാത്രമേ തൃപ്തി കിട്ടത്തുള്ളൂ. നമുക്കത് എടുത്തിടുമ്പോഴും നമുക്കൊരു സുഖം അല്ലേ, വെയിൽ കൊണ്ട് ഉണങ്ങുന്ന തുണിക്ക് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതാ വെയിലത്തെല്ലാം കിടപ്പുണ്ട്. ഞാൻ അടുക്കളയുടെ വാതിൽ അടയ്ക്കത്തേ ഇല്ല. എന്റെ കണ്ണ് എപ്പോഴും വെളിയിലാണ്. കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലല്ലേ, അതുപോലെ തന്നെ എന്റെ കണ്ണ് എപ്പോഴും വെളിയിലാണല്ലേ. നമ്മൾ അങ്ങനെ അല്ലേ, വീട്ടമ്മമാര് 10,000 ജോലി. ശരിക്കും പറഞ്ഞാൽ 2 കൈ പോരല്ലേ നമുക്ക് ജോലി ചെയ്യാനായിട്ട്. ഇഷ്ടംപോലെ കൈ വേണമെന്ന് തോന്നും അല്ലേ ചില സമയം. ഈ മഴയൊക്കെ വരുമ്പം പ്രത്യേകിച്ച് 2 കൈയിൽ എടുത്ത് കഴിഞ്ഞാൽ തുണി നിറഞ്ഞിരിക്കും, നമ്മളെ കാണത്തില്ല. നമ്മുടെ തലയ്ക്ക് മേളിൽ തുണി അങ്ങനെ എടുത്ത് കൈ പിടിച്ചിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും 2 കൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഓർക്കും. അങ്ങനെ ഓർക്കാത്തവര് വളരെ റയറായിരിക്കും അല്ലെ. 2 കൈ ഉണ്ടായിട്ട് നമുക്ക് പോരാ. അപ്പോഴേ കൂടുതൽ വാചകം അടിച്ച് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അവിടെ ഒരു വാചകടി അല്ലെ എന്ന് പറയത്തില്ല. അപ്പൊ ചിലവരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഈ വളകളാന്നുള്ള വർത്താനം ഒന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ ചിലവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ പഠിച്ചതല്ലേ പാടത്തുള്ളൂ. നമുക്ക് ഈ വർത്താനം ഒന്നും നിർത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഈ വർത്താനം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ജീവിച്ചു പോകത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ വർത്താനം നിർത്താൻ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്ന്? അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാനൊരു തമാശയുടെ രീതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പറയട്ടെ, അങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ നമുക്കൊരു ത്രില്ല് കിട്ടുന്നേ അല്ലേ. പറയട്ടെ. അപ്പൊ ഞാനേ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്താന്ന് എല്ലാരും ഒന്ന് കണ്ടു നോക്കിക്കേ. ഇന്നത്തേത് നല്ല അടിപൊളി ടിപ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അല്ലെ, ഈ ടിപ്സ് എല്ലാം കൂടെ കാണിച്ച് ഏത് ടിപ്സാണ് ഞങ്ങൾ ചെയ്യണ്ടേ എന്നൊരു തോന്നൽ ആർക്കും വേണ്ട. എന്താന്ന് വെച്ചാൽ ഈ ടിപ്സ് കുറെ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക, ഒന്നാമത്തെ കാരണം. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമായ ടിപ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. പെട്ടെന്ന് എഫക്റ്റീവ് കിട്ടുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഞാൻ ചെയ്യുന്ന എല്ലാ ടിപ്സും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ടിപ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം അല്ലേ. അപ്പൊ ഞാൻ മുഖം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിക്കൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്ലെൻസിങ് അങ്ങ് ഒഴിവാക്കാം അല്ലെ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു പോകാം. എവിടെയെങ്കിലും ആയിക്കോട്ടെ, പുറത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഇപ്പൊ നമ്മുടെ അടുത്തൊരു കടയിൽ പോകണമെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനത്തെയൊക്കെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടോണ്ട് പോകാറുള്ളൂ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും നോക്കുന്നത് എങ്ങനെയാ, കൂടുതൽ സ്റ്റെപ്പ് ഇല്ലാതെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ നോക്കാം. അപ്പൊ ആരാണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ചെയ്താലും പൊട്ടു പോകത്തില്ല അല്ലേന്ന്. ശരിയാണ്, ചിലപ്പോൾ ഞാൻ പൊട്ടെടുത്ത് മാറ്റാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പൊ ഇന്നാരോ, ഞാൻ അത് ആരാന്ന് ഓർക്കുന്നില്ല, കമന്റ് ഇട്ടിരിക്കുന്ന കേട്ടോ, ഈ പൊട്ടുണ്ടല്ലോ എന്ത് ചെയ്താലും പോകത്തില്ല. പണ്ടൊക്കെ എല്ലാവരും കുങ്കുമവും അല്ലാണ്ട് ഈ ഒരുമാതിരി പേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഇങ്ങനെ തൊട്ട്, അല്ലെങ്കിൽ കൺമഷിയൊക്കെ ഇട്ട് തൊട്ട് വെക്കുന്ന പൊട്ടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകും. നമ്മൾ വെളിയിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുങ്കുമം ഒക്കെ ആണെങ്കിൽ വീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്തൊക്കെ പോകും, മുഖത്തൊക്കെ പറ്റും. ഇതാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ഇത് സ്റ്റിക്കർ പൊട്ടാണ് കണ്ടോ, എല്ലാവർക്കും അറിയാലോ, ഇത് സ്റ്റിക്കർ പൊട്ടാണ്. ഇത് എന്ത് ചെയ്താലും പോകത്തില്ല. ഇതിപ്പോ എന്നെ സംബന്ധിച്ച് ഞാനൊരു പൊട്ട് നെറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാവോ, ഇതിന്റെ പശ പോകുന്നിടം വരെ ഇത് നെറ്റിയിലിരിക്കും. ഇതിന്റെ പശയും പോയി ഈ പൊട്ട് പോയി കഴിയുമ്പോഴേ അടുത്ത പൊട്ട് വെക്കത്തുള്ളൂ. അതാണ് ഈ പൊട്ട് എടുക്കാറേ ഇല്ല സത്യത്തിൽ കേട്ടോ. പക്ഷെ അങ്ങനെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ വെള്ള പാട് പോലെ വരും. അങ്ങനെ ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ചു നേരം എടുത്ത് മാറ്റി വെക്കും. പക്ഷെ മിക്കവാറും തന്നെ മാറ്റി വെക്കാറില്ല. ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മറന്നു പോകുന്നത്. ഇത് ചെയ്യുമ്പം കേട്ടോ, പെട്ടെന്ന് ഓർക്കത്തില്ല. ഇന്നിപ്പം ഞാനത് ഓർത്തു. അതാരാ ഓർപ്പിച്ചേന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഓർക്കുന്നില്ല ആരാന്ന്. ഇനി ഞാൻ ആ കമന്റിൽ പോയി നോക്കണം ആരാ പറഞ്ഞേന്ന്, എന്നിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇപ്പൊ എന്തായാലും അത് ഓർത്തുകൊണ്ട് നമുക്ക് പൊട്ടങ്ങ് മാറ്റി വെക്കാം.
ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബാണ്. ഞാൻ എപ്പോഴും പറയും, അടുത്ത ഇടയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അലോവേര ഇട്ടെന്ന് സ്ക്രബ് ചെയ്താണ്. അലോവേര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന, അതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, വെറുതെ ഇങ്ങനെ ചെയ്തു പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ സ്ക്രബ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഏത് പാക്ക് ഇടുമ്പോഴും സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അത് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടും. ഒന്ന് സ്ക്രബ് ചെയ്തിട്ടിട്ട, സ്ക്രബ് അടുത്തിടെ ചെയ്തെങ്കിൽ ചെയ്യരുത്. എപ്പോഴും സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ സ്ക്രബേ ചെയ്തിട്ടില്ലാത്തവർക്ക് അത് നോക്കേണ്ട കാര്യമില്ല, ചെയ്യാം. ഇപ്പൊ ഇവിടെ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ്. ബ്രൂ എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഈ ബ്രൂ തന്നെ എടുത്താലേ സ്ക്രബ് ആകത്തുള്ളെന്ന് ഞാൻ പറയത്തില്ല. ഇതിപ്പോ ഞാനിവിടെ 2 രൂപയുടെ ഇങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് കോഫിയും കുടിക്കാം. നമ്മുടെ ടിപ്സിനൊക്കെ മിക്ക ടിപ്സിനും തന്നെ ഈ കോഫി പൗഡർ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ശകലം കോഫി പൗഡർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കുറച്ച് മതി. നമ്മുടെ ഒരു ഫേസിന് എത്ര വേണോ അത്രയും മാത്രം എടുത്താൽ മതി. കണ്ടോ, ഇത്രയും മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര നമ്മുടെ അടുത്തിരിക്കുന്ന പഞ്ചസാര വലിയ തരിയാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന പഞ്ചസാര തരി മൂട്ടം പഞ്ചസാര തരിയായിരുന്നു. ആദ്യം ഇട്ട് മോന്ത ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ മുഖം മുഴുവൻ പോറലായി പോകും. പിന്നെ തീർന്നല്ല പരിപാടി. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എടുത്തിരിക്കുന്നതാണ്. ഭയങ്കരമായിട്ടങ്ങ് പൊടിക്കരുത്, ചെറിയൊരു തരി നമുക്ക് കിട്ടണമല്ലോ. അപ്പൊ ഇത് പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാരയാണ്. അപ്പൊ ഈ പഞ്ചസാര നമുക്ക് ഈ കാപ്പിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി വെള്ളം കൂടെ തിളപ്പിച്ചൊഴിച്ചാൽ നമുക്കൊരു കാപ്പി കുടിക്കാം അല്ലേ. അപ്പോൾ ഒരു ശകലം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, പഞ്ചസാരയും കാപ്പിപ്പൊടിയും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ്. ചിലവര് പാല് ചേർത്ത് കൊടുക്കും, ചിലവര് തേൻ ചേർത്ത് കൊടുക്കും, ചിലവര് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കും. ഇതിനകത്ത് നമ്മുടെ സ്കിന്നിന് ഏതാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ശകലം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. തേൻ നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ തേൻ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശകലം കൂടെ വേണം. ഇത് നമ്മളൊന്ന് കുഴയുന്ന പരുവത്തിൽ തേൻ വേണം കേട്ടോ, അല്ലാണ്ട് ഒരുപാടൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. തേനും കാപ്പിപ്പൊടിയും പഞ്ചസാരയും, എന്ത് ടേസ്റ്റാല്ലേ. ഈ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലല്ലേ കാപ്പിപ്പൊടിയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കാപ്പിപ്പൊടിയുടെ സ്മെല്ല്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യുക. തേൻ ഒഴിക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പമുണ്ട്. ഈ തേന് ഇതിനകത്ത് കാപ്പിപ്പൊടിയിൽ ഇങ്ങനെ പാലൊഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുഴമ്പ് പരുവായി കിട്ടും. പക്ഷെ തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു കുഴമ്പായിട്ട് കിട്ടത്തില്ല. ഇതുപോലെ കിട്ടത്തുള്ളൂ. കണ്ട, ഇതുപോലെ ഇരിക്കും തേൻ ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ. ഞാൻ പക്ഷെ തേൻ ഒഴിച്ച് കുഴച്ചത് ഇപ്പം കേട്ടോ. പാലുണ്ട്, ഞാൻ വിചാരിച്ചു തേനല്ലേ ഒന്നും കൂടെ. തേനും പാലും നല്ലത് തന്നെ കേട്ടോ, അല്ല നല്ല ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ ഫേസിലേക്കൊന്ന് ഇത് കണ്ട, തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാപ്പിപ്പൊടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആകത്തില്ല. ഇതേപോലൊരു ഇങ്ങനെ ഇരിക്കും കണ്ട. പാലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് മിക്സ് ആകും. പക്ഷേ ഈ പഞ്ചസാര പെട്ടെന്ന് അങ്ങ് അലുത്തു പോകും. തേനിനകത്താകുമ്പോഴത്തേക്കും അത്ര പെട്ടെന്ന് പഞ്ചസാര അലുക്കത്തില്ല. അപ്പം മുഖം നമ്മുടെ നന്നായിട്ട് ഇതേമാതിരി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല ഇത് കാണും നമുക്ക്. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. കയ്യിലെടുത്തിട്ട് നെറ്റിയേലും തേൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാപ്പിപ്പൊടി ഉരുണ്ട് നിൽക്കും. പാലാകുമ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് മിക്സായി കിട്ടുന്നത്. ഇതേപോലെ പാലൊഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും പഞ്ചസാര. അങ്ങ് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. താഴെ നിന്ന് മേളിലോട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാലൊഴിച്ച് ചെയ്യണമെങ്കിൽ പാലൊഴിച്ച് ചെയ്യാം കേട്ടോ, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണം എപ്പോഴും. പഞ്ചസാര ഭയങ്കര തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ
ചെയ്യണം, പൊടിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പം പൊടിച്ചെടുത്ത എൻ്റെ പഞ്ചസാരയ്ക്ക് ഭയങ്കര വലിപ്പമായിരുന്നു. ഇത് നന്നായിട്ട് മുഖം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് മാത്രം മതിയാവും ഈ സ്ക്രബ് ചെയ്ത് കേട്ടോ. മതി. എൻ്റെ മുഖമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നുമില്ല. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിത് തുടച്ച് കളയാം. നമുക്ക് ഇത് ഈ കാപ്പിപ്പൊടിയും തേനും പഞ്ചസാരയും കൂടി ഇട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു വ്യത്യാസം അപ്പം തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. കഴുത്തിലും ചെയ്തോ കേട്ടോ. ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പം കഴുത്തിലും കൂടെ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും. ഞാനിപ്പോൾ എങ്ങും പോകുന്നില്ലല്ലോ. അപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അതുമാതിരി ചെയ്താൽ മതിയാവും. ഇല്ലെങ്കിലും ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പായ്ക്ക് തയ്യാറാക്കാം. അതിനുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ കാണിച്ചും തരാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതിനുമാണ് ഇനി അടുത്ത പരിപാടി. അപ്പം നമ്മൾ ഇതിനുള്ള ഫേസ് പായ്ക്ക് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് എടുത്തിട്ടുണ്ട്, ഇത് റാഗി പൗഡറാണ്, പിന്നെ ഇത് ശകല അരിപ്പൊടിയാണ്, പാലെടുത്തിട്ടുണ്ട്, തേനുണ്ട്, പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്താണ് ഇതിനകത്ത് പാക്ക് ഉണ്ടാക്കുന്നത്. ഇതൊരു പാടില്ല, നമ്മുടെ അടുത്ത് എപ്പോഴും ഉള്ള സാധനമല്ലേ. കടലമാവൊക്കെ എല്ലാവരുടെ അടുത്തും കാണും, അതുപോലെ അരിപ്പൊടി എല്ലാവരുടെ അടുത്തും കാണും, തേന്, ബ്രൂ പിന്നെ എപ്പോഴും കാണും. പിന്നെ റാഗി പൗഡറേ ഉള്ളൂ ഇച്ചിരി പാടുള്ള കാര്യം. അപ്പം റാഗി പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ റാഗി പൗഡറിനെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. കടലമാവിൻ്റെ അളവൊന്നും ഞാൻ എത്രയാണെന്ന് പറയുന്നില്ല. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് എത്ര ആവശ്യമുണ്ടോ അത്രയും നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും കടലമാവാണ്. ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടെടുത്ത് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് അരിപ്പൊടിയാണ്, കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം, അതും കുറച്ച് മതി. എല്ലാം കുറേശ്ശെ മതി കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഒരുപാടാകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മളെടുത്ത് ദൂരെ കളയേണ്ടി വരും. നമ്മുടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയല്ല, അതുകൊണ്ട് ഒന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു ശകലം തേന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തേൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പാലൊഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടട്ടെ. എല്ലാം നന്നായിട്ട് മിക്സായി. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് കൂടിപ്പോകരുത്. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് മുഖത്ത് തേക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അതിൽ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ശരിയാകത്തില്ല, മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. ഈ ഒരു പരുവം മതി. ഇതിന് കൂടുതൽ പാല് ഒഴിക്കണ്ട. കണ്ട, നല്ല കളറൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് നമുക്ക് കിട്ടി. നമ്മൾ ഇതിനകത്തെ കട്ട ഫുള്ള് ഉടയ്ക്കണം കേട്ടോ. കടലമാവിൽ അരിപ്പൊടിയിൽ അങ്ങനെ കട്ട കാണില്ല, പക്ഷെ നമ്മുടെ ഈ കടലമാവിനകത്ത് കട്ട കാണും. അപ്പോൾ അത് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ. ഉടച്ചിട്ട് വേണം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തേൻ അടച്ച് വെച്ചില്ലേ കിട്ടത്തുള്ളൂ. നല്ല ഇതിൽ നമുക്ക് മുഖത്തോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പാക്ക് തയ്യാറായി. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മുഖത്തേക്ക് തേച്ച് കൊടുക്കാം. ഒരു പാടുമില്ല ഇത് ഉണ്ടാക്കാൻ, മനസ്സിലായില്ലേ? ഉണ്ടാക്കുന്നത് എന്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? നമ്മൾ ഒരു ശകല സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒത്തിരി ഭംഗിയായിട്ടിരിക്കും, ഗ്ലോ ഒക്കെ കിട്ടി നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പം ഇതിനകത്തെ കാപ്പിപ്പൊടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ. മിക്ക ഫേസ് പാക്കിലും നമ്മൾ ഈ
കാപ്പിപ്പൊടി അപ്ലൈ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കാപ്പിപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും ഒക്കെ നമുക്ക് തരും, നല്ല ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടും ഈ കാപ്പിപ്പൊടിയിൽ. കാപ്പിപ്പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നറിയാലോ. അതുപോലെ തന്നെയാണ് ഈ കടലമാവും. ഈ കടലമാവും നമ്മുടെ മുഖം നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. തന്നെയല്ല, ഈ കടലമാവ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ പാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റാനും, പിന്നെ നമ്മുടെ മുഖത്തെ ഈ കുത്തുകുത്തുണ്ടല്ലോ ചിലവരുടെ മുഖത്ത് ഡോട്ടായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ, അതൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണ് കടലമാവ്. ഈ ഫേസ് പാക്ക് നമ്മൾ ഇട്ടിട്ട് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. മുഖം തൊട്ട് നോക്കുക മാത്രമല്ല, മറ്റുള്ളവർ കാണുമ്പോൾ തന്നെ അയ്യോ മുഖം ഇത്ര ഗ്ലോ ആയോ, എന്തുവാ ചെയ്തേ എന്നൊക്കെ ചോദിക്കത്തില്ല എല്ലാവരും. എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, എന്തെങ്കിലും ഫേസിൽ ഇട്ടോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എന്ത് ഈ ഫേസ് പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഈ ഇതുപോലത്തെ ടിപ്സൊക്കെ ഇല്ലേ ചെയ്തിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടനെ എന്നോട് ചോദിക്കാറുണ്ട്, അയ്യോ ഫേസിൽ വല്ലതും ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം എന്തുവാന്നേ ഞങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, ചാനൽ പോയി കണ്ടോ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ, ചാനലിലുണ്ട്. ചിലവർ മിക്കവാറും തന്നെ ചാനൽ കാണുന്നവരാണ്. ഇപ്പം ചാനൽ കാണാത്തവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, ഞാൻ ചാനലിൽ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ടെന്ന് പറയും. ചിലവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ഒന്നും എടുക്കാൻ അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ അത് എടുത്തു കൊടുക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ലൊരു പാക്കാണ്. കല്യാണത്തിന് എവിടെ പോകുമ്പോൾ വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്തുകൊണ്ട് പോവാം. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴുത്തി ചെയ്യണം, കഴുത്തി ചെയ്യാതിരിക്കരുത്. ഞാനിപ്പം കുളിച്ചിട്ട് വന്ന പാട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് കഴുത്തിലൊന്നും ചെയ്യാത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ശകലം നേരം നമുക്കൊന്ന് പയ്യനെ ഇതും കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ എല്ലാ ടിപ്സിലും പറയാറുണ്ട്, നമുക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടും നമ്മുടെ മുഖത്ത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നന്നായിട്ട് അത് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ മുഖത്തിന് നല്ല ഒരു തുടിപ്പ് തോന്നിക്കും അല്ലേ. രക്തയോട്ടം ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. മുഖത്തിന് നല്ലൊരു തുടിപ്പൊക്കെ തോന്നിക്കും. അതുകൊണ്ടാണ് പയ്യനിതാ ഇങ്ങനെ നമ്മളൊന്ന് മുഖം ഒന്ന് മസാജ് കൊടുക്കണമെന്ന് നമ്മളെപ്പോഴും പറയുന്നത് കേട്ടോ. പയ്യനെ ഇങ്ങനെ കൊടുക്കുക. അതുപോലെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് കൊടുക്കുക. കണ്ണിൻ്റെ ഇവിടെ ഈ പാക്കിടാൻ കേട്ടോ. അപ്പം അതൊക്കെ ചെയ്യണം. കാരണം കണ്ണിൻ്റെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ പാക്കിനകത്ത് കടലമാവ്, കഴിഞ്ഞ ദിവസം ചെയ്ത പാക്കിനകത്ത് ഞാൻ കടലമാവ് ചേർത്തിട്ടുണ്ട്. കടലമാവ് നല്ല ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്ക ഫേസ് പാക്കിലും കടലമാവുണ്ട്. അപ്പോൾ ഈ കടലമാവിൻ്റെ ഗുണം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ മുഖത്ത് ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ ഈ കടലമാവ് ഗുണം ചെയ്യും അത്രയ്ക്ക് കേട്ടോ. ഇതേമാതിരി പതുക്കെ ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ പയ്യെ കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുവിധം കട്ടിയിലിട്ട് കൊടുത്തോ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. കാരണം അതിൻ്റെ കാരണമൊക്കെ ഞാൻ നേരത്തെ ഇടുന്ന പാക്കിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഉണങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വലിച്ചില്ല. അപ്പം മുഖത്തുനിന്ന് ഇങ്ങോട്ട് നമുക്കിതിനെ തുടച്ച് നീക്കാനോ കഴുകി കളയാനോ ഒക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ 15 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഈ 15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നമുക്ക് വലിച്ചിലുണ്ടാകും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തോട്ട് കുറച്ച് വെള്ളം, ഇപ്പം സ്പ്രേ ബോട്ടിലുള്ളവരാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ കുടയുക. ഇപ്പം സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരെന്ത് ചെയ്യാനാ, കുറച്ച് വെള്ളം ഇങ്ങനെ കയ്യിലോട്ട് എത്തും മുഖത്തോട്ട് ഇങ്ങനെ കുടഞ്ഞു വിടുക. അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ ഇപ്പം നമുക്ക് സ്പ്രേ ബോട്ടിൽ എന്തിനാ, നമ്മുടെ കയ്യിലല്ലേ വേലകളില്ലാത്തല്ലേ. അപ്പം അങ്ങനെ കുടഞ്ഞിട്ട് മുഖം കഴുകണം കേട്ടോ മുഖം. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഓടണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങ് ഫേസ് തുടച്ച് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. അപ്പം 15 മിനിറ്റായി. നമുക്കിതിനെ തുടച്ച് മാറ്റാം. ഇപ്പം തന്നെ വലിച്ചിലുണ്ട്. ശരിക്കും ഈ ഫേസ് പാക്ക് ഒക്കെ ഇട്ടുണ്ടല്ലോ, സംസാരിക്കാനൊന്നും പാടില്ല. ഒരുമാതിരി വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സംസാരിക്കരുത്, മനസ്സിലായോ. പക്ഷെ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ട് സംസാരിച്ചതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ.
എന്നിട്ട് ഇത് ഉണങ്ങി ഞാൻ മുഖത്തോട്ട് ഇച്ചിരി വെള്ളം തളിക്കട്ടെ. ഇനി നമുക്ക് തൂത്ത് കളയാം. തൂത്തല്ല, തുടച്ച്. കണ്ട, നോക്കിക്കേ, നല്ല ഗ്ലോ അല്ലേ? കണ്ട, നല്ല ഗ്ലോ ഇല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. കണ്ട, പെട്ടെന്ന് പിടി കിട്ടും നമ്മുടെ മുഖത്ത് എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പായ്ക്കാം. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യും. അല്ലാത്ത ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളങ്ങളൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നമുക്കുള്ള വ്യൂസ് മതിയെന്നേ. നമുക്ക് കിട്ടേണ്ട വ്യൂസ് നമുക്ക് എന്നായാലും കിട്ടും, അല്ലേ? അപ്പം നമ്മൾ ചുമ്മാ കുറേ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് നമുക്ക് വ്യൂസിൻ്റെ ആശയമില്ലല്ലോ, അല്ലേ? അപ്പം നമ്മൾ എല്ലാവരും നേരായ മാർഗത്തിൽ കൂടെ പോവുക. അതല്ലേ ഏറ്റവും നല്ലത്. നേരായ മാർഗത്തിൽ കൂടി പോയി നമുക്ക് 10 പൈസ കിട്ടുമ്പോഴത്തേക്കും അതിന് ഭയങ്കര സന്തോഷമല്ലേ നമുക്കല്ലേ? അതുകൊണ്ട് ഞാനങ്ങനെ കള്ളൊന്നും പറയാറില്ല. എനിക്ക് യൂസ്ഫുള്ളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം കേട്ടോ. ഇതൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്ത ഫേസ് പാക്കാണ്. എല്ലാം നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നത്. കഴുത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണേ. പക്ഷേ ഇപ്പം എൻ്റെ കഴുത്തിലിട്ടില്ലേലും മുഖത്തൂന്ന് ഒലിച്ച് കഴുത്തിലോട്ടല്ല വീണിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒലിച്ചത് താഴോട്ട് വരുമല്ലോ. നമ്മുടെ ഇന്നത്തെ ഇതിലെല്ലാം ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിലും നല്ല സാധനങ്ങളൊക്കെയാണ്. നമുക്ക് ഒരു ദോഷവും ചെയ്യാത്ത സാധനങ്ങളൊക്കെയാണ്. നാച്ചുറലല്ലേ? അപ്പം എപ്പോഴും വല്ലയിടത്തും പോകുന്നതിൻ്റെ തലേദിവസം നിങ്ങൾ ചെയ്യുക. പിന്നെ സമയമുണ്ടെങ്കിൽ അന്ന് രാവിലെ ചെയ്താലും മതിയാകും. കാരണം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് ദിവസം അതിൻ്റെ എഫക്റ്റ് നിൽക്കും. പക്ഷേ ഇത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ എഫക്റ്റ് വളരെ കുറച്ച് ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ. അത് ഞാൻ പറയാറുണ്ട് എപ്പോഴും. എന്തായാലും നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളല്ലോ, ശരിയല്ലേ? കണ്ട, അപ്പം നല്ല ഗ്ലോ ഒക്കെ കിട്ടി. നമ്മളിങ്ങനെ പല പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖത്തെ ഈ പാടും ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് മാറിക്കിട്ടും. കണ്ടോ, എൻ്റെ മുഖം നേരത്തെ ഉള്ള മുഖമല്ല ഇത്. നേരത്തെ ഉള്ള മുഖമെന്നല്ല, ഈ പാട് നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചില്ല കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അപ്പം നമ്മുടെ മുഖത്ത് പാടുള്ളപ്പം നമുക്ക് കണ്ണാടിയിലൊന്നും നോക്കാനായിട്ട് വലിയ ഇത് തോന്നിക്കത്തില്ല. മനസ്സിലായോ? ഞാൻ നോക്കത്തേ ഇല്ല, എനിക്ക് ദേഷ്യമായിരുന്നു. അപ്പം പാട് കുറഞ്ഞു കഴിയുമ്പം പോയി നോക്കും, മാറിയോ നോക്കുക. കേട്ടോ, അപ്പം എൻ്റെ മുഖത്ത് അത്രയ്ക്ക് പാടൊന്നുമില്ല. കണ്ടോ, ചെറുതായിട്ടേ ഉള്ളൂ. അതും നമ്മൾ ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള റെമഡിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പോകാനുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മുഖത്ത് പാടുള്ളവരും അധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പോകും. കേട്ടോ, ഉറപ്പായിട്ടും പോകും. ഞാനല്ലേ പറയുന്നേ. അപ്പം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.